റെയിൽവേയും മറ്റ് അനുബന്ധ സംവിധാനങ്ങളൊക്കെയും ഇവിടെ വന്നെങ്കിൽ പോലും ഇന്ന് ചാലക്കുടിക്കാർക്ക് റെയിൽവേ ട്രെയിൻ കടന്നു പോകുമ്പോൾ അന്യമായി നിന്ന് നോക്കിക്കാണുവാൻ മാത്രമാണ് പല ട്രെയിനുകൾക്കും നോക്കിക്കാണാൻ വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ചാലക്കുടിക്കും പാലരുവി അനുവദിച്ചിരുന്നല്ലോ, എന്നിട്ടും ഉടനെ നിർത്തി. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. ഞാനിവിടുത്തെ റെയിൽവേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന മനോഹരമായ ഗേറ്റ്, എന്ത് സുന്ദരമായ ഗേറ്റ്, എത്ര ലക്ഷമാണ് ചെലവഴിച്ചിട്ടുണ്ടാകും, എത്ര ഗേറ്റ് അവിടെയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താ കാര്യം? നമുക്കതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പ്രാന്തനുണ്ട്, വലിയ കസവുള്ള വലിയ തലപ്പാവ് ഉടുത്തൊക്കെ നടക്കുള്ളൂ, പക്ഷെ ഉടുക്കാൻ മുണ്ടില്ല, കഴിക്കാൻ ഭക്ഷണവുമില്ല. ഏതാണ്ട് അതുപോലെയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ. വലിയ തലപ്പാവുണ്ട്, പക്ഷെ കഴിക്കാൻ ഭക്ഷണവുമില്ല, ധരിക്കാൻ വസ്തുവുമില്ല. പാലരുവിക്ക് പോലും സ്റ്റോപ്പില്ലാതായി മാറി. നിങ്ങൾക്കറിയാം, തൊട്ടടുത്ത് നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഇരിഞ്ഞാലക്കുട എന്നാണ് അതിന്റെ പേര്. നമുക്കറിയാം, അത് കല്ലേറ്റുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുടയ്ക്ക് നമ്മൾ എതിരല്ല, കല്ലേറ്റുകര റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എതിരല്ല. അവിടെയും തീവണ്ടികൾ ട്രെയിനുകൾ നിർത്തേണ്ടത് തന്നെയാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അവിടെ നിർത്തി ഇവിടെയില്ല എന്ന് പറയാനും നമ്മൾ ആളല്ല. അവിടെയും നിർത്തണം, ഇവിടെയും നിർത്തണം. എന്തിനാണ് ഇവിടെ നിർത്തുന്നത്? ഇവിടെയും ആളുകളുണ്ട്, അവിടെയും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അപ്പൊ എങ്കിൽ തൊട്ടടുത്ത് 10 കിലോമീറ്ററിന്റെ ഉള്ളിൽ വീണ്ടും അടുത്ത സ്റ്റേഷൻ വരുന്നത് റെയിൽവേക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് കരുതുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അറിയാതെ തന്നെ ചോദിച്ചാൽ അതിനുള്ള മറുചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. തിരുവല്ലയും ചങ്ങനാശ്ശേരിയും തമ്മിൽ എത്ര ദൂരമുണ്ട്? തിരുവല്ലയും ചങ്ങനാശ്ശേരിയും തമ്മിൽ എത്ര ദൂരമുണ്ട്? കോട്ടയും ചെങ്ങന്നൂരും തമ്മിൽ എത്ര ദൂരമുണ്ട്? കോട്ടയും ചങ്ങനാശ്ശേരിയും തമ്മിൽ എത്ര ദൂരമുണ്ട്? തൊട്ടടുത്ത് 7-8 കിലോമീറ്ററുകൾക്കുള്ളിൽ 4 റെയിൽവേ സ്റ്റേഷൻ. ആ 4 റെയിൽവേ സ്റ്റേഷനിലും കേരളത്തിലുള്ള ഭൂരിഭാഗം ഓടുന്ന ട്രെയിനുകൾ നിർത്തുമ്പോൾ ചാലക്കുടിയെയും ഇരിഞ്ഞാലക്കുടയെയും വേർതിരിച്ച് കണ്ടുകൊണ്ട് അതിൽ പിടിച്ച് നിങ്ങൾ ചാലക്കുടിയെ ഒഴിവാക്കാനാണെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി, ആത്മാർത്ഥയോട് പറയാൻ വേണ്ടി ഞങ്ങൾ ഈ ശബ്ദം ഉയർത്തും. അതുകൊണ്ട് ഇരിഞ്ഞാലക്കുടയെ പോലെ തന്നെയാണ് ചാലക്കുടിയും, ചാലക്കുടിയെ പോലെ തന്നെയാണ് ഇരിഞ്ഞാലക്കുടയും. 2 സ്റ്റേഷനുകളിലും ഇതുപോലെ ട്രെയിനുകൾ നിർത്തേണ്ടത് ആവശ്യമാണ്. MLA എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ തയ്യാറല്ല, പക്ഷെ മിണ്ടൂല്ല. ഒരേ ഒരു കുഴപ്പമുള്ളൂ, മിണ്ടൂല്ല, ഒരു അക്ഷരം പറയൂല. എല്ലാം മരിച്ചോടത്തും ജനിച്ചോടത്തും കല്യാണത്തിനും മൂപ്പിന് കൃത്യമായിട്ട് എത്തും, പക്ഷെ മിണ്ടൂല്ല. അവരൊറ്റ കുറ്റേ ഉള്ളൂ. ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വരെ മെറിറ്റും റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. പോകുന്നത് തെറ്റല്ല, തീർച്ചയായിട്ടും അത് വേണ്ടതാണ്. MP എന്ന് പറഞ്ഞാൽ ഒരു ലോകഭൂലോക പരാജയമാണ്, ലോകഭൂലോക പരാജയമാണ്. ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, തൃശ്ശൂരിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നിർഭാഗ്യർ എന്ന് പറയട്ടെ, ചാലക്കുടിക്ക് ഗുണകരമായി ഒരു കാര്യവും നടത്തി തരാൻ പ്രിയപ്പെട്ട MP-ക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചാലക്കുടിയുടെ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് നിർത്താതെ ട്രെയിനുകൾ ഇങ്ങനെ ഓരോന്നായി കടന്നു പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ പാലരുവി എക്സ്പ്രസ് നിർത്താത്തതിലുള്ള പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് രാഷ്ട്രീയ ജനതാദൾ RJDയുടെ മേഖലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുടയെ മുൻനിർത്തിക്കൊണ്ട് ചാലക്കുടിയെ ഇല്ലാതാക്കരുതെന്ന വലിയ ആവശ്യമാണ് പ്രതിഷേധത്തിൽ ഉയർന്നു കേട്ടത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ചാലക്കുടിയിൽ റെയിൽവേ സൗകര്യങ്ങൾ വളരെ സജീവമായി തന്നെ നിലനിന്നിരുന്നു. ട്രാംവേ ഉൾപ്പെടെയുള്ള റെയിൽവേ സൗകര്യങ്ങളുള്ള ഒരു നാടായിരുന്നു ചാലക്കുടിയെന്നും, എന്നാൽ ഇപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകളെ നോക്കി നിൽക്കാൻ മാത്രമേ ചാലക്കുടിക്കാർക്ക് സാധിക്കുന്നുവെന്നും RJD നേതാക്കൾ കുറ്റപ്പെടുത്തി. അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ അത് കവാട സൗകര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെന്നും, അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സൗകര്യം ഭീമമായ പാർക്കിംഗ് ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഈ പാർക്കിംഗ് സൗകര്യം നൽകുന്നതെന്നുമുള്ള വലിയ ആരോപണമാണ് RJD പ്രവർത്തകർ ഉന്നയിച്ചത്. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന പേര് പറഞ്ഞ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. RJD മേഖലാ കമ്മിറ്റി നടത്തിയ റെയിൽവേ സ്റ്റേഷൻ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടിയും ഇരിഞ്ഞാലക്കുടയും സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരം 10 കിലോമീറ്റർ താഴെയെങ്കിൽ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, തിരുവല്ല സ്റ്റേഷനുകളിലെ ഭൂരിഭാഗം ട്രെയിനുകൾ സ്റ്റോപ്പ് നൽകുമ്പോൾ ഈ ദൂരക്രമം സംബന്ധിച്ച് അധികാരികൾക്ക് മിണ്ടാട്ടമില്ല. ഇരിഞ്ഞാലക്കുടയിലെ റെയിൽവേ വികസനം സ്വാഗതാർഹമാണ്, പക്ഷേ ചാലക്കുടിയെ അവഗണിക്കുന്നത് വച്ചുപുറപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ചാലക്കുടിയുടെ മലയോര മേഖലകളെ കേന്ദ്രീകരിച്ച് ട്രാംവേ ട്രെയിൻ ഗതാഗതമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു. റെയിൽവേ ചരിത്രത്തിൽ 19-ാം നൂറ്റാണ്ട് ചാലക്കുടിയുടെ സുവർണകാലമായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂരിഭാഗം ട്രെയിനും പായുന്നത് നോക്കി നിൽക്കുവാനേ ചാലക്കുടിക്കാർക്ക് കഴിയുന്നുള്ളൂ. ചാലക്കുടിക്ക് വേണ്ടി വാദിക്കുവാൻ ജനപ്രതിനിധികളായ MP-യും MLA-യും ശ്രമിക്കുന്നില്ല. ഒരു ഇടപെടലും കേന്ദ്രത്തിലും റെയിൽവേയിലും നടത്തുവാൻ MP-ക്ക് കഴിഞ്ഞിട്ടില്ല. പാർക്കിംഗ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് പ്രതിഷേധാർഹമാണ്. 2 ആഴ്ച വാഹനങ്ങൾ റെയിൽവേ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്താൽ ചില വാഹനങ്ങളുടെ വിലയേക്കാൾ അധികം തുക പാർക്കിങ്ങിന് റെയിൽവേക്ക് നൽകേണ്ട അവസ്ഥയാണെന്നും യൂജിൻ മൊറേലി പറഞ്ഞു. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന കമ്മിറ്റി അംഗം KC വർഗീസ്, സംസ്ഥാന കൗൺസിൽ അംഗം ജോർജ് വി ഐനിക്കൽ, PJ ആന്റണി, ഡേവിസ് കണ്ണമ്പിള്ളി, സാബു അമ്മനത്ത്, AL കൊച്ചപ്പൻ, NC ബോബൻ, ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, ആനി ജോയ്, CA തോമസ്, ഹസീന നിഷാബ്, ശിവൻ ഈശ്വരത്ത്, ജനതാ പൗലോസ്, PK കുട്ടൻ, തോമസ് തണ്ടിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. പോരായ്മകൾ കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ഭീമാകരമായിട്ടാണ് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പാർക്കിംഗ് ഫീസ് ഉയർത്തിയിട്ടുള്ളത്. സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം, അതൊക്കെ നല്ല കാര്യമാണ്, മാറ്റം ആവശ്യമാണ്. പണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ ഭയമാണ്. പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിലും ഇരിഞ്ഞാലക്കുടിയൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുമ്മായം പൂശി പോലെയാണ്, അതിന് നടന്നു പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിനനുബന്ധമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങൾ വരുത്തി എന്ന് കരുതി 4 ഷീറ്റ് മുകളിൽ കൂടെ വെച്ചു എന്ന് കരുതി 10 ഇരട്ടിയും 15 ഇരട്ടിയും ഫീസാക്കുക എന്ത് നിയമമാണ്? ഈ പാവപ്പെട്ട തൊഴിലാളികളുടെയുണ്ട്, അവരൊക്കെയും ഇതിന്റെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഈ ആളുകളൊക്കെ തട്ടിക്കരുന്നത് അവരോടാണ്. ഒരാഴ്ചയെങ്ങാനും ആ വണ്ടി അവിടെ കിടന്നാൽ വണ്ടി അവർക്ക് കൊടുത്തു പോരുന്നതാണ് നല്ലത്. അത്രയും വലിയ പൈസയാണ്, ഒരു രക്ഷയുമില്ല. എന്തൊരു കഴുത്തറപ്പൻ തീരുമാനമാണ്. ഏറ്റവും വലിയ തട്ടിപ്പ് തൽക്കാലിൽ കൂടിയാണ്. തൽക്കാലിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ആളുകൾ ഇങ്ങനെ കഴുത്തിറക്കാണ്, 10 ഇരട്ടിയാണ് ഫീസ് മേടിക്കുന്നത്, പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ പുരോഗമനം എന്ന് പറഞ്ഞു, പരിഷ്കാരം എന്ന് പറഞ്ഞ് ആളുകളെ തട്ടിച്ച് പൈസ കൈക്കലാക്കുന്നത് വേറെ ആരുമല്ല. ഞാൻ അതിന്റെ പേരൊന്നും പറയേണ്ടതില്ല. അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ച് തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം. റെയിൽവേ ചാലക്കുടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിരപ്പള്ളി ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ച പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. പൊതുജനങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആലുവയ്ക്ക് പോകണം, അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകണം. അങ്ങനെ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിഷേധാർഹമാണ്. ഇവിടെ പാലരുവി, പാലക്കാട് നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന ഈ പാലരുവി ട്രെയിൻ ചാലക്കുടിയിൽ നിർത്തണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം.